ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചെറിയ ഒന്ന് രണ്ട് പോയിന്റ്സ്, നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊന്നും ഡിസ്കസ് ചെയ്യാത്ത ഒന്ന് രണ്ട് പോയിന്റ്സ് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ, ചെറിയ വീഡിയോ ആയിരിക്കും, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് പാസിംഗ് സ്ട്രിങ്സ് ആസ് ആർഗ്യുമെന്റ്സ് എന്ന സംഭവം. അതായത് നമ്മളൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അതിൽ പാരാമീറ്റേഴ്സ് ഉണ്ടായിരിക്കും, അതായത് ആർഗ്യുമെന്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഇതുപോലെ ആ ആർഗ്യുമെന്റ്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്ട്രിങ്ങിനെ തന്നെ സെൻഡ് ചെയ്യാനൊക്കും. ഇവിടെ ഇപ്പം ഇതാണ് മെയിൻ ഫംഗ്ഷൻ, ഇത് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷന്റെ പേര് സേ ഹായ് എന്നാണ്. എനിക്ക് ജസ്റ്റ് ഒന്നുമില്ല, ഇവിടെ നിന്ന് ഇൻപുട്ട്, നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് ഇൻപുട്ട് അത് അക്സെപ്റ്റ് ചെയ്യണം. അതൊരു സ്ട്രിങ് ആണ് ഇൻപുട്ടായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഇൻപുട്ടിനെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ സേ ഹായ് എന്ന് പറയുന്ന യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ അകത്ത് ഒരു സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ, പ്രിന്റ് എഫ് എന്ന സ്റ്റേറ്റ്മെന്റ്. അതിൻ്റെ അകത്ത് ഹായ് ആയാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ സ്ട്രിങ് എന്താണോ അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അത്രയ്ക്കുള്ള ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ ആർഗ്യുമെന്റ്സ് ആയിട്ട് ഈ ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോൾ ആർഗ്യുമെന്റ്സ് ആയിട്ട് മെൻഷൻ ചെയ്ത് ഒരു സ്ട്രിങ്ങിനെയാണ്. അപ്പോൾ വേരിയബിളിനെയോ അല്ലെ എക്സ്പ്രഷനോ ഇക്വേഷനോ നമുക്ക് മെൻഷൻ ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് അറേ വരെ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാം. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാം. ഈ അറേ മെൻഷൻ ചെയ്യുന്നത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് സ്ട്രിങ്ങിനെ നമുക്ക് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാൻ സാധിക്കും. ആ സ്ട്രിങ് ആയിരിക്കും ആർഗ്യുമെന്റ് ആയിട്ട്, അതായത് ഈ ഇൻപുട്ടായിട്ട് നമ്മുടെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇൻപുട്ടായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ അകത്ത് സ്ട്രിങ്ങിനെ തന്നെ മെൻഷൻ ചെയ്യാം. അതായത് സ്ട്രിങ് ആയതുകൊണ്ട് തന്നെ ഡബിൾ കോഴ്സിൻ്റെ അകത്ത് വേണം ആ സ്ട്രിങ്ങിനെ നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ആ സെൻഡ് ചെയ്യുന്ന സ്ട്രിങ് ഇവിടെ ഫംഗ്ഷൻ കോൾ മാത്രമേ ഉള്ളൂ, ഇതിന് റിട്ടേൺ വാല്യൂ ഒന്നുമില്ല. ഈ ഫംഗ്ഷൻ കോൾ ഇപ്പോൾ റിട്ടേൺ ആയിട്ടൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ വോയിഡ് എന്ന ഫംഗ്ഷൻ ഡാറ്റ ടൈപ്പാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് സെൻഡ് ചെയ്യുന്നത്, അത് വന്ന് സ്റ്റോർ ചെയ്യുന്നത് ഇവിടുത്തെ ഒരു ക്യാരക്ടർ അറേയിലായിരിക്കും. കാരണം നമ്മൾ സെൻഡ് ചെയ്യുന്ന സ്ട്രിങ് ആണല്ലോ, അത് വന്ന് ഒരു ക്യാരക്ടർ അറേയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ഇവിടെ ഡിക്ലെയർ ചെയ്യേണ്ടത്, അതായത് ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന രീതിയിൽ ഡിക്ലെയർ ചെയ്യേണ്ടത് ഒരു ക്യാരക്ടർ അറേ ആയിരിക്കണം. ഞാനിവിടെ നെയിം എന്ന പേരുള്ള ഒരു അറേയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ആ അറേക്ക് സൈസ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ പറയും. ഇവിടെ ഇപ്പം നമ്മൾ അറേയുടെ സൈസ് ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ക്യാരക്ടർ എന്ന ഡാറ്റ ടൈപ്പ് കൊടുക്കുക, ഒരു അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഈ സെൻഡ് ചെയ്യുന്ന സ്ട്രിങ് ഈ ക്യാരക്ടർ അറേയിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതിനെ പിന്നെ ജസ്റ്റ് യൂഷ്വലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. ഇവിടെ പെർസെൻറ്റേജസ് കൊടുത്തിട്ടുണ്ട്, ആ സ്ട്രിങ് ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഈ ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്ന് കാണിക്കാനായിട്ട് ഇവിടെ ആ അറേയുടെ പേര് മാത്രം മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ബ്രാക്കറ്റ് ഒന്നും മെൻഷൻ ചെയ്യില്ല, അറേയുടെ പേര് മാത്രം മെൻഷൻ ചെയ്താൽ മതി, സ്ട്രിങ് ആയതുകൊണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പം ഹായ് ഐ ആം കൈലാസ് എന്നൊരു ഔട്ട്പുട്ട് ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്ട്രിങ്ങിനെ നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഫംഗ്ഷനിലെ ഇൻപുട്ടായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ ഈ ഒരു എക്സാമ്പിൾ കാണുക, ഇതിൻ്റെ ചെറിയൊരു മോഡിഫൈഡ് ഫോം. ഞാനിവിടെ സ്ട്രിങ്ങിനെയും അതിൻ്റെ കൂടെ ഒരു ഇൻറ്റീജർ നമ്പറിനും ഇൻറ്റീജർ വാല്യൂവിനെയും കൂടെ സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കമ്പൈൻ ചെയ്തൊക്കെ നമുക്ക് ഇൻപുട്ട് സെൻഡ് ചെയ്യാനായിട്ട് വെക്കും. ഇവിടെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആയിട്ട് സ്ട്രിങ്ങിനെയും അതിൻ്റെ കൂടെ എന്തെങ്കിലും വേരിയബിളോ ഇക്വേഷനോ എക്സ്പ്രഷനോ എന്ത് നമുക്ക് സെൻഡ് ചെയ്യാൻ വെക്കും. ഞാനിവിടെ ഒരു വാല്യൂ 20 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് ഞാൻ സെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ആദ്യം അയച്ചത് ഇവിടുത്തെ ഒരു ക്യാരക്ടർ അറേയിലോട്ട് വന്ന് സ്റ്റോർ ചെയ്യും. രണ്ടാമത് അയച്ച അത് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇൻറ്റീജർ വേരിയബിളിലും വന്ന് സ്റ്റോർ ചെയ്യും. എന്നിട്ട് അതിനെ നമ്മൾ യൂഷ്വലായിട്ട് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഇവിടെ പെർസെൻറ്റേജസ്, ഇവിടെ പെർസെൻറ്റേജ് ഡി ആയിരിക്കും കൊടുക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ സ്ട്രിങ് കാണിക്കാനുള്ള അറേയുടെ പേരും പിന്നെ വേരിയബിളിൻ്റെ പേരും മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടും. അപ്പം നമുക്ക് സ്ട്രിങ്ങിനെ ഇങ്ങനെ സെൻഡ് ചെയ്യാം, കമ്പൈൻ ചെയ്തും ഇൻപുട്ട് വേരിയബിൾസ് ആർഗ്യുമെന്റ്സ് ആയിട്ട് സെൻഡ് ചെയ്യാനൊക്കും. അപ്പോൾ ഈ ഒരു പോയിന്റ്. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇത് ഞാനൊരു മുമ്പത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെയാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഇവിടെ ഇതാണ് മെയിൻ ഫംഗ്ഷൻ, ഇത് അഡീഷണൽ ആയിട്ടുള്ള യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഇതേ സെയിം പ്രോഗ്രാം നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ കണ്ടത് തന്നെയാണ്, ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ഇതൊന്നുമില്ല, ഗെറ്റ് നമ്പർ എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യപ്പം ഈ ഫംഗ്ഷൻ അകത്ത് വെച്ചിട്ടാണ് നമ്മളോട് ഡിസ്പ്ലേ ചെയ്ത് പ്രോഗ്രാം ചോദിക്കുന്നത്, ഇൻപുട്ട് എൻ്റർ ചെയ്യാനായിട്ട് ചോദിക്കുന്നതും അതിനെ ഒരു വേരിയബിളിലോട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതുമല്ല. ആ ഇൻപുട്ട് സ്വീകരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇൻപുട്ട് സ്വീകരിച്ചിട്ട് ആ ഇൻപുട്ടായിട്ട് സ്വീകരിച്ച ആ വേരിയബിളിൻ്റെ വാല്യൂ ആണ് തിരിച്ച് മെയിൻ ഫംഗ്ഷനിലോട്ട് വിടുന്നത്. എന്നിട്ട് അതിനെ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ഇവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഇവിടെ ഇതെന്ന് പറയുന്നത് ഗെറ്റ് നമ്പർ എന്ന് പറയുന്നത് റിട്ടേൺ ഉള്ള ഒരു ഫംഗ്ഷനാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇൻറ്റ് എന്നുള്ള ഡാറ്റ ടൈപ്പ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ഇൻറ്റീജർ വാല്യൂ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിട്ടേൺ എന്ന് പറഞ്ഞ് എക്സിൻ്റെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ആയിരിക്കും തിരിച്ച് റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം,
ഈ റിട്ടേൺ എന്ന സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് താഴെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അങ്ങനെയാണ് റൂൾ. ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിൽ റിട്ടേൺ എന്ന ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ, റിട്ടേൺ എന്ന സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം മെൻഷൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ആ ഫംഗ്ഷന്റെ അകത്ത് മെൻഷൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഈ ഒരു റിട്ടേൺ എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന നേരെ മെയിൻ ഫംഗ്ഷനിലുള്ള ഇവിടുത്തെ ഈ അസൈൻമെന്റ് ആ ഒരു ഓപ്പറേഷൻ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ റിട്ടേൺ എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്താൽ അതിന് ശേഷമുള്ള സ്റ്റേറ്റ്മെന്റ്, ആ ഫംഗ്ഷനിൽ തന്നെയുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ദിസ് ഇസ് ജസ്റ്റ് എ സാമ്പിൾ എന്ന് പറയുന്ന ടെക്സ്റ്റ് ഈ ഒരു ഔട്ട്പുട്ടിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാത്തത്. അപ്പോൾ റിട്ടേൺ എന്ന സ്റ്റേറ്റ്മെന്റ് വന്നാൽ അതിന് ശേഷമുള്ള ഒരു സ്റ്റേറ്റ്മെന്റും ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യത്തില്ല ഫംഗ്ഷൻ്റെ അകത്ത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ. താങ്ക് യു.